ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ 5-6 മണിക്കൂറുകളൊന്നും വെയിറ്റ് ചെയ്യാതെ എങ്ങനെ ഗോതമ്പ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഹൽവ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് നമ്മുടെ പൊടിച്ച ശർക്കരയാണ്. ശർക്കര വലിയൊരു കഷ്ണം ശർക്കര ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 1.5 കപ്പ് എത്രയാണോ മാവ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മുങ്ങാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ശർക്കര അവിടെ നിന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ലപോലെ ഫുള്ള് അലിയുന്ന വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിളച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഹൽവയുടെ കൂട്ട് തയ്യാറാക്കാം. അപ്പം അതിനായിട്ടൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ്. നമ്മൾ ശർക്കര എത്രയാണോ എടുത്തത് ആ സെയിം എമൗണ്ടിൽ തന്നെയാണ് ഗോതമ്പ് മാവ് എടുത്തിട്ടുള്ളത്. ഇനി അതിനകത്തോട്ട് ഞാൻ ആദ്യം തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് 1 കപ്പിന് 4 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ്. അപ്പോൾ 1.5 കപ്പിന് ടോട്ടലി നമുക്ക് വേണ്ടുന്നത് 6 കപ്പ് വെള്ളമാണ്. അപ്പോൾ ആദ്യം ഒഴിച്ച 2 കപ്പ് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും 1 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പം മൊത്തം 3 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള 3 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ലൂസാക്കിയിട്ടാണ് നമ്മളിതിൻ്റെ മാവ് എടുക്കുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ടൈം എടുക്കും. അതൊക്കെ കുഴച്ച് വെച്ച് നമ്മുടെ ചപ്പാത്തി മാവ് പോലെ ഗോതമ്പ് മാവ് കുഴച്ച് വെച്ചിട്ട് പിന്നെ അതൊരു 4-5 മണിക്കൂർ സോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഗോതമ്പിൻ്റെ ആ ഒരു പാലാക്കി നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അത്രയൊന്നും വെയിറ്റ് ചെയ്യേണ്ട. അപ്പം ഇതുപോലെ നമ്മൾ കലക്കിയതിന് ശേഷം ചെറിയ ഹോളുള്ള അരിപ്പകളിൽ കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അതിലുള്ള തരികളും എല്ലാം കിട്ടും. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആ ഒരു മടിയില്ലേ, അതും നമ്മൾ യൂസ് ചെയ്യരുത്. ഇതുപോലെ നന്നായിട്ട് ചെറിയ ചെറിയ ഹോൾസുള്ള അരിപ്പയിലൂടെ എത്ര വട്ടം നമുക്ക് അരിക്കാൻ പറ്റുമോ അത്രയും അരിച്ചെടുക്കാം. ഞാൻ ഈ ലാസ്റ്റ് പീസ് എന്തായാലും അതിനകത്തോട്ട് ഒഴിക്കുന്നില്ല. അപ്പോൾ ഇത് പൊക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതുപോലത്തെ തരികളൊക്കെ ഉണ്ടാവും. ഇതുപോലെ ഒരു 5-6 വട്ടം നമ്മൾ എത്രത്തോളം അരിക്കുന്നു അത്രത്തോളം നല്ലതാണ്. നമ്മുടെ ആ ഒരു ഹൽവയിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു കുഴച്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ അതിനൊട്ടും തരി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റ് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിൽ ഒട്ടും തരി വരാതെ വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു പാനിലോട്ട് നമ്മുടെ ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ചൂട് ശർക്കരയില്ലേ, ആ ശർക്കര നമ്മളൊന്ന് അരിച്ചെടുക്കുക. അതിനകത്തും എന്തായാലും നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ട്. അതിന് ഈ ശർക്കര നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ശർക്കരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. അപ്പം നമ്മുടെ പഞ്ചസാരയല്ല, പഞ്ചസാര ആണെങ്കിൽ കാരമലൈസ് ചെയ്യണം. അപ്പം ആദ്യം ആ ശർക്കരയിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ടോട്ടലി ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു 8 സ്പൂൺ ഗീ എടുത്തിട്ടുണ്ട്. 8 ടേബിൾ സ്പൂൺ ഗീയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വരെ ആണെങ്കിലും നമുക്ക് ഗീ യൂസ് ചെയ്യാം. ഇനി ആ ഗീ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിൻ്റെ മിക്സും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ ശർക്കരയുടെയും നെയ്യുടെയും ആ ഗോതമ്പിൻ്റെ ആ മാവിൻ്റെയും ഒരു എല്ലാം കൂടെ നല്ല കളറുമാണ്. നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് ചെറിയ ഒരു മീഡിയം ഫ്ലെയിം ടു ഹൈ ഫ്ലെയിം ആ ഒരു ഇതിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കുറുകാൻ തുടങ്ങും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ ആ ഒരു ഫുൾ എൻറ്റയർ പ്രോസസ്സ് നമുക്ക് കഴിയാനായിട്ട് ഒരു 45 മിനിറ്റ് എടുക്കും. ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ആ ഒരു ടൈമിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളിങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കാതെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഞാൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇത് വീഴാതെ നമ്മൾ സൂക്ഷിക്കണം. കാര്യം ശർക്കരയൊക്കെയാണ്, നെയ്യാണ്, നന്നായിട്ട് ഇത് പൊള്ളാനുണ്ട്. പിന്നെ എൻ്റെ പാത്രം കുറച്ചൊന്ന് ചെറുതായി പോയിട്ട് മേളിൽ വരെ ഉണ്ട്. നമ്മൾ കുറച്ചും കൂടെ വലിയ പാത്രം എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രം തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ഉരുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കി പിടിച്ചിട്ട് നമുക്ക് കുറച്ച് സ്ട്രെയിനാണ്. പിന്നെ ലാസ്റ്റ് ഇടയ്ക്കാവുന്ന ടൈമിൽ ഒരു അരമണിക്കൂറൊക്കെ ആവുന്ന ടൈമിൽ കുറച്ച് കാഷ്യൂസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കാഷ്യൂസോ ബദാമോ അതുപോലെ തന്നെ എള്ള് അങ്ങനെയൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇടാം. ഞാൻ ഒരുപാട് ഇടുന്നില്ല, കാര്യം ഒരുപാട് കാഷ്യൂസ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ ഡെക്കറേഷനിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതുപോലെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവാണ് നമ്മുടെ ഹൽവയുടെ പരുവം. ഇനി ഞാൻ ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്തിട്ട് ആ ചൂടോടെ തന്നെ നമ്മുടെ ഹൽവയുടെ മിക്സ് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്കൊന്ന് എൻ്റെ ഇത് കറക്റ്റായിട്ട് ലെവലായിട്ടുണ്ട്. ലെവലായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൽ നെയ്യ് വെച്ചിട്ട് ആ ഒരു സ്പൂൺ വെച്ചിട്ട് വേണം നമ്മളിത് ലെവൽ ചെയ്യാൻ. ഇനി ഒരു 2 മണിക്കൂർ ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത് സെറ്റാവും. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ആ നെയ്യൊക്കെ തേച്ചതുകൊണ്ട് നമ്മുടെ ഹൽവയിൽ ഫുള്ള് നെയ്യായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഊരിയൊക്കെ വരും.
നമ്മൾ ലാസ്റ്റ് വെച്ച ആ കാഷ്യൂസൊക്കെ മേളിൽ കാണാനും നല്ലതാണ്. നമുക്ക് മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പം മൈദയൊന്നും വെച്ചിട്ടല്ല, ഗോതമ്പാണ്, അപ്പോൾ കുറച്ച് ഹെൽത്തിയുമാണ്. പിന്നെ ഒരുപാട് സമയം നമുക്കിതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ടതുമില്ല. ശർക്കരയാണ്, പിന്നെ നെയ്യുണ്ട്. അപ്പോൾ എന്താ, നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ സോക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.